ഞാൻ ചേച്ചി അനിയത്തി. നമ്മളിവിടെ തുടങ്ങിയിട്ട് 3 വർഷമായി. ആദ്യമൊക്കെ കച്ചവടങ്ങളൊക്കെ കുറവായിരുന്നു. പിന്നെ നല്ല ഫുഡൊക്കെ കൊടുത്ത് ആയപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. അപ്പം നമുക്ക് മെച്ചമില്ലാതെ പോകുന്നുണ്ട്. എല്ലാം ഞങ്ങൾ വീട്ടിൽ നിന്നാണ് ചെയ്യണത്. ജോലിക്ക് പോയിട്ട് വന്നിട്ടുള്ള പരിപാടിയാണ് ഇതൊക്കെ. ജീവിതം മുറുകെ പിടിച്ച് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടം മൂടുന്ന 2 അമ്മമാർ, ഗീതാമ്മയും അതുപോലെ തന്നെ ഗിരിജാമ്മയും. രണ്ടുപേരും സഹോദരികളാണ്. രണ്ടുപേരും രാവിലെ വീട്ടുജോലിക്ക് പോകും. തുടർന്ന് വൈകിട്ട് 5:30-6 മണിയോട് കൂടി തന്നെ തട്ട നടത്തുകയാണ്. അതായത് വീട്ടിലെ കുറേ പ്രശ്നങ്ങൾ കാരണം, മകളെ കല്യാണം കഴിച്ച പ്രാരാബ്ദങ്ങൾ, അതോടൊപ്പം തന്നെ കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ, അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രശ്നം, അങ്ങനെ മൊത്തം പ്രശ്നത്തിനാണ് അവരുടെ ജീവിതം. പക്ഷേ അവരൊരടി പോലും പിറകോട്ട് പോവാതെ സധൈര്യം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള അമ്മമാരെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? കാണാം അവരുടെ കാഴ്ചകൾ. വാ. നമ്മൾ ജോലിക്ക് പോയിട്ട് ഒന്ന് ചുമ്മാ വീട്ടിലൊക്കെ ഇരിക്കുകയല്ലേ. അപ്പം നമ്മൾ വിചാരിച്ചു അപ്പം ഈ റോഡ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു കട വെച്ചാലോന്ന് വിചാരിച്ചു. ഇപ്പോൾ ഉള്ള ദോശയുണ്ട്, ഇടിയപ്പമുണ്ട്, പുട്ടുണ്ട്, ഗ്രീൻ പീസ് കറിയുണ്ട്, രസവടയുണ്ട്, പപ്പടമുണ്ട്, ഓംപ്ലേറ്റ് ഉണ്ട്. 3 ദോശ, ഒരു രസവട, 2 പപ്പടം. എത്രയല്ല 34. കൊള്ളാം കേട്ടോ, അടിപൊളി, സൂപ്പർ. നമ്മളിപ്പോൾ രാവിലെ 2 പേര് പോയാൽ പണിക്ക് പോകും. 2 പേരും പോകും. പിന്നെ എപ്പോൾ എത്തും? രാത്രി ഈവനിങ്? ഇല്ല, ഞാൻ 2:30 ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങും. ഞാൻ പോണത് ഒരു സീരിയൽ നടിയുടെ വീട്ടിലാണ് പോണത്. ബാക്കിയൊക്കെ രാവിലെ പോണതിന് മുമ്പേ ചിലപ്പോൾ ചെയ്തു വയ്ക്കും. ഇല്ലെങ്കിൽ അവരുള്ളപ്പോൾ അവർ ചെയ്തു വയ്ക്കും. അപ്പോൾ ഈ ഗീതാമ്മ എപ്പോൾ പോകും? അവർ 7 മണിക്ക്. അവര് ഒരു വക്കീലിന്റെ വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ അവർ ഉച്ച വന്ന് ബാക്കി റെഡിയാക്കി വെക്കും. അവര് വന്ന് സാമ്പാർ, രസം, പപ്പടം പൊരിക്കും, കടു വറുത്ത് വെക്കും. ബാക്കിയൊക്കെ വീട് ഇപ്പോൾ എവിടെയാ? വീട് ഇവിടെ തൊട്ടടുത്ത്. നമ്മളെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോവോ? സാധനങ്ങൾ വാങ്ങിച്ച് വല്ലതും ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും 1 രൂപ, 100 രൂപ അങ്ങനെ എന്തെങ്കിലും മാറ്റി വെക്കും. അത്ര നല്ല കൈപ്പിടി ഉണ്ടെങ്കിലേ ആൾക്കാർ വരും. നമ്മുടെ കട വലുതാവട്ടെ അല്ലേ? ഞാൻ എവിടെയെങ്കിലും പാചകത്തിലോട്ട് പോകാൻ പോകും. ജോലിയെല്ലാം മതിയാക്കിയിട്ട് പാചകത്തിലോട്ട് കയറാൻ പോകണം. അതന്നെ, പൈസ കിട്ടുന്ന എന്ത് ജോലിയും ചെയ്യാൻ മടിയില്ല. നമ്മൾ കഷ്ടപ്പെട്ടില്ലേ കിട്ടുന്നത്, ചുമ്മാ കിട്ടൂലില്ല. അതുകൊണ്ട് ഏത് ജോലിക്കും. എപ്പോൾ അടയ്ക്ക്? രാത്രി പോകുമ്പോൾ 12 മണിയാവും. രാവിലെ 10 മണിക്ക് തുടങ്ങിയ പണി രാത്രി 10 മണിക്കല്ല, രാവിലെ തുടങ്ങൂലേ? നമുക്ക് എന്നും നമുക്ക് ആരോഗ്യം ഒരുപോലെ ഇരിക്കൂലല്ലോ. ഇരിക്കുമോ? അത് പോണത് വരെ ഇങ്ങനെ പോട്ട്, പോകുമ്പോൾ അങ്ങ് മതിയാക്കാം. എല്ലാം ശരിയാവും. എല്ലാം ശരിയാവണം. നല്ല ചൂട് ദോശ. ഈ ട്രിവാൻഡ്രം ജില്ലയുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണല്ലോ ഈ രസവട. രസവട, പപ്പടം, ദോശ, എന്താ കോമ്പിനേഷൻ അല്ലേ? അടിപൊളി കറി. ഈ മുളക് മതി ഗംഭീരം. നമ്മുടെ ഈ പൂ പോലത്തെ വെള്ളപ്പം എന്ന് പറയുന്നത്, അതുപോലെ പൂ പോലെ ദോശ കേട്ടോ. വായിലിട്ട് അരിഞ്ഞു പോകുന്ന ദോശ, നല്ല സോഫ്റ്റ്. പ്രതിസന്ധിയോട് മല്ലടിക്കുകയാണ് 2 പേരും. കാരണം വേറെ എന്നോട് നമ്മുടെ ഓഫ് ദ റെക്കോർഡായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. വീടിൻ്റെ കുറേ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരമ്മയുടെ വീട് ഏകദേശം പൊളിഞ്ഞ് വീഴാറായിരിക്കുന്നു. അപ്പോൾ അതിലൊന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നും അങ്ങനെ പ്രശ്നങ്ങളിലാണ് അവർ. വീട്ടിലൊരു നേരത്തെ അടുക്കള പണി എടുത്താൽ തന്നെ അമ്മമാരുടെ അവസ്ഥ നമുക്കറിയില്ലേ. അപ്പോൾ അവിടെയാണ് മറ്റു വീട്ടിൽ പോയി പണിയെടുത്ത്, പിന്നെ ഇവിടെ വന്ന് പണിയെടുത്ത്, അങ്ങനെ എല്ലാം കൊണ്ടും പ്രശ്നങ്ങളിലാണ്. ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രം പ്രാവച്ചമ്പലം ജംഗ്ഷനാണ് ഈ കാണുന്നത്. പ്രാവച്ചമ്പലം ജംഗ്ഷനാണ് കാണുന്നത്. ജംഗ്ഷനിൽ തന്നെയാണ് കട. വൈകുന്നേരം 5:30 മണിയാകുമ്പം തുറക്കും. രാത്രി 10:30 മണിയാകുമ്പോൾ അടയ്ക്കും അവർ. ഇങ്ങനെയുള്ള അമ്മമാരല്ലേ നമ്മൾ സഹായിക്കേണ്ടല്ലേ? എന്തായാലും അവർ രക്ഷപ്പെടട്ടെ. എല്ലാം നന്നായി കാണാമല്ലേ? എല്ലാം പോസിറ്റീവ് എടുക്കാം. തൽക്കാലം എല്ലാം കഴിച്ചിട്ട് വിട്ടേക്കും. വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായി. അതൊക്കെ പോട്ടെ. ബൈ.